നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ ചില മാധ്യമങ്ങൾ ഇറാൻ കീഴടങ്ങിയിരിക്കുകയാണ്, ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്, ഇനി യുദ്ധവുമായി പോകാൻ ഇറാൻ ഒരു താല്പര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് നിരവധി വാർത്തകളും വീഡിയോകളും ഒക്കെ പുറത്തുവിടുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവിട്ട ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ 3 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് താൻ അങ്ങനെ പറയുന്നത് എന്നുള്ളതിന് കാരണവും മസൂദ് പെഷഷ്കിയാൻ ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് റഷ്യയുടെ സമ്മർദ്ദ ഫലമായിട്ടാണ്. റഷ്യയും പാകിസ്ഥാനും അടക്കം പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും തങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയുടെ സമാധാനം നിലനിർത്തുക എന്നുള്ളത് തങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം തുടങ്ങി വെച്ച അമേരിക്കയോടും ഇസ്രായേലിനോടും ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന്. അതൊരിക്കലും ഒരു കീഴടങ്ങലോ മുട്ടുകുത്തലോ അല്ല, മറിച്ച് തന്ത്രപരമായി അമേരിക്കയെ കുടുക്കിയതാണ് എന്ന് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും. മസൂദ് പെഷഷ്കിയാൻ്റെ പോസ്റ്റിൽ എവിടെയും തങ്ങൾ കീഴടങ്ങുകയാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വഴങ്ങുകയാണ്, അല്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊന്നും പറയുന്നില്ല. മറിച്ച് ഈ മേഖലയെ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട, യുദ്ധം തുടങ്ങിവെച്ച സയനിസ്റ്റ് ശക്തികളും, അതായത് ഇസ്രായേലും അമേരിക്കയും ഇക്കാര്യങ്ങൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറുള്ളൂ എന്നാണ് ഇറാൻ പറയുന്നത്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അത് ഞങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിക്കുക, ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ഇറാൻ്റെ പരമാധികാരം അംഗീകരിക്കുകയാണെങ്കിൽ ഇറാന് തുടർന്നും ആണവ പരീക്ഷണം നടത്താനും ഇറാന് വീണ്ടും ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുമുള്ള അവകാശം അമേരിക്ക നൽകേണ്ടി വരും, നിരുപാധികം പിന്മാറേണ്ടി വരും. രണ്ടാമത്തേത്, ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതാണ്. 19,000-ലധികം വീടുകൾ അവർ തകർക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ സൈനിക കേന്ദ്രങ്ങൾ, ലോഞ്ചിങ് പാഡുകൾ, അതുപോലെ നിരവധി കേന്ദ്രങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ, എണ്ണ സംഭരണശാലകൾ, ഇതൊക്കെ അമേരിക്ക തകർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അമേരിക്കയും പറയുന്നത്. അപ്പോൾ അതിന് നഷ്ടപരിഹാരം ഒന്ന് ആലോചിച്ച് നോക്ക്. അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥ ഇപ്പോൾ തന്നെ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എണ്ണവില കുതിച്ചുയരാനുള്ള സാധ്യത സാമ്പത്തിക മാന്ദ്യമൊക്കെ മുന്നിൽ നിൽക്കുകയാണ്. നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ട് വലിയ നാശനഷ്ടം എന്ന് പറഞ്ഞാൽ സൈനിക കേന്ദ്രങ്ങളിലെ നാശം, യുദ്ധോപകരണങ്ങളുടെ നാശം, അതുപോലെ അമേരിക്കയുടെ സമ്പത്തിനുണ്ടാകുന്ന കുറവ്, അതൊക്കെ അമേരിക്കയെ ബാധിക്കുന്ന സാഹചര്യം വന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വലിയ ഒരു നഷ്ടം മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ നഷ്ടം സഹിച്ച് യുദ്ധം തുടരുന്ന അമേരിക്ക ഇനി ഇറാന് നഷ്ടപരിഹാരം കൂടി കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അമേരിക്കയുടെ അവസ്ഥ? അതുപോലെ ഇറാൻ പറയുന്ന മറ്റൊരു കാര്യം, ഇനി മേലാൽ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ, ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ വരരുത്, ഞങ്ങളുടെ ഭാഗത്തേക്ക് ഒരു ഭീഷണിയുമായി വരരുത്. അതായത് ഇറാൻ പറയുന്ന ഈ 3 കണ്ടീഷൻസും അംഗീകരിച്ച് നിരുപാധികം പിന്മാറിയാൽ മാത്രമേ ഞങ്ങൾ ചർച്ചയ്ക്കുള്ളൂ എന്നാണ് ഇറാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊരിക്കലും ഒരു കീഴടങ്ങലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്മാറ്റമോ ഭയമോ ഒന്നുമല്ല, വെല്ലുവിളിയാണ്, അമേരിക്കയ്ക്കിട്ടുള്ള പണിയാണ്. ഇത് അംഗീകരിച്ച് ട്രംപ് പിന്മാറേണ്ടി വരുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. നാണം കെട്ടുപോകും ട്രംപും ഇസ്രായേലും. യുദ്ധലക്ഷ്യങ്ങൾ നേടാൻ കഴിയാതെ ഇറാന് മുന്നിൽ മുട്ടുകുത്തിയത് ഇസ്രായേലും അമേരിക്കയുമാണ് എന്ന് ലോകം പറയും. അതിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ ഇറാൻ വെട്ടിയിരിക്കുന്നത്. ഇനി ഈ സമ്മർദ്ദം മുഴുവൻ അമേരിക്കയുടെ തലയിലാണ്. യുദ്ധം ഇനി അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് നിരുപാധികം പിന്മാറുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് റഷ്യയും ചൈനയും അറബ് രാജ്യങ്ങളും ഒക്കെ ഒന്നടങ്കം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനി ചർച്ചകളിലേക്ക് അമേരിക്ക വരണമെങ്കിൽ ഇറാന് ഫേവറബിൾ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടി വരും, ഇറാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും. അതിലേക്ക് ഇറാൻ എത്തിച്ചിരിക്കുകയാണ് കാര്യങ്ങളെ. എന്ന് മാത്രമല്ല, US-ൻ്റെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ട്രംപിന് അടുത്ത പ്രഹരം ആയി തന്നെ വേണം വിലയിരുത്താൻ. നോക്കുക, ഇറാനിലെ ഭരണ നേതൃത്വം ഇപ്പോഴും ശക്തം, സമീപ ഭാവിയിലൊന്നും തകരില്ല എന്ന് US ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആ വാർത്തയിൽ പറയുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ, അല്ലെങ്കിൽ പൂർണ്ണരൂപം ഞാൻ വായിക്കാം. നോക്കുക, ഇറാനിലെ ഭരണ നേതൃത്വം ശക്തമായി തന്നെ തുടരുകയാണെന്നും സമീപ ഭാവിയിലൊന്നും തകരാൻ സാധ്യതയില്ലെന്നും US രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ. രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഏതാനും സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഈ വാർത്തയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഒരേ സ്വഭാവത്തിൽ വിശകലനം നൽകുന്ന ധാരാളം രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ലഭ്യമാണെന്ന് സ്രോതസ്സുകളിൽ ഒന്ന് പറഞ്ഞതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യവുമായി ബന്ധപ്പെട്ട, ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട, അവിടുത്തെ ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ സോഴ്സാണ് ഈ വാർത്ത, അല്ലെങ്കിൽ ഈ വിവരങ്ങൾ റോയിറ്റേഴ്സിന് നൽകിയിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ചെറിയ കാര്യമൊന്നുമല്ല. ഇത്രയടിച്ചിട്ടും 13 ദിവസമായി ഇറാനെ ആക്രമിച്ച് തകർത്തു എന്ന് ട്രംപ് അവകാശപ്പെട്ടിട്ടും
ഇറാൻ്റെ സൈനിക ശേഷി 90% കുറച്ചു, ഇറാനിന് അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അത് ഒരു തരത്തിലും ഇറാനെ ബാധിച്ചിട്ടില്ല പ്രായോഗിക തലത്തിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അമേരിക്കയും ഇസ്രായേലും വില കുറച്ച് കണ്ടതുപോലെയല്ല ഇറാൻ്റെ യഥാർത്ഥ കരുത്ത് എന്ന് യുദ്ധം 13 ദിനത്തിലെത്തി നിൽക്കുമ്പോൾ പതിയെ പതിയെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ മനസ്സിലാകുന്നു. ഏറ്റവും പ്രധാനമായി അമേരിക്കയുടെ ഇൻ്റലിജൻസ് അത് വ്യക്തമായി പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നോക്കുക, ഇറാനിയൻ ഭരണകൂടം തകർച്ചയുടെ വക്കിലല്ലെന്നും ജനതയുടെ മേൽ അവർക്കിപ്പോഴും പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്നും ഇൻ്റലിജൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇറാൻ്റെ ഇൻ്റലിജൻസ് അല്ല, അമേരിക്കയുടെ ഇൻ്റലിജൻസ്. നോക്കുക, ഇറാനിൽ ആയത്തുള്ള അലി ഖാംനെയി ഭരണകൂടം ഇപ്പോൾ താഴെ വീഴുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവർ നമുക്കിടയിലുണ്ട്. ഇറാനിലെ ആയത്തുള്ള അലി ഖാംനെയുടെ മരണം ഇറാനിലെ സ്ത്രീകൾ മുഴുവൻ വലിയ തോതിൽ ആഘോഷിക്കുകയാണ്. സ്ത്രീകളൊക്കെ ഡാൻസ് ചെയ്യുകയാണ്, കുത്തിമറിയുകയാണ്. വിഷമം ഇന്ത്യയിലെ ചില ആളുകൾക്ക് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല മിത്രങ്ങളും വലിയ തോതിൽ പ്രചാരണങ്ങൾ അടിച്ചു വിട്ടിരുന്നു. അത് മുഴുവൻ വ്യാജമായിരുന്നു, അല്ലെങ്കിൽ അതല്ല യഥാർത്ഥത്തിൽ ഇറാനിൽ സംഭവിക്കുന്നത്. ഇറാനിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആയത്തുള്ള അലി ഖാംനെയുടെ കൊലപാതകത്തിനെതിരായ നിലപാട് സ്വീകരിച്ച് മുജ്തബ ഖാംനെയുടെ നേതൃത്വത്തിൽ തുടരുന്ന ഇസ്ലാമിക ഭരണത്തിന് പിന്തുണ കൊടുക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഇപ്പോൾ ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. വളരെ ഒരു ചെറിയ വിഭാഗം ആളുകൾ, അതിപ്പോൾ എല്ലാ രാജ്യത്തും രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളുണ്ടാവും, ആ രാജ്യത്ത് ഭരണകൂടത്തോട് എതിർപ്പുള്ള ആളുകളുണ്ടാവും. അവർ സമരം ചെയ്യും, അവർ മുദ്രാവാക്യം വിളിക്കും, അവർ വെല്ലുവിളിക്കും, പലതും ചെയ്യും. അത് പ്രതിപക്ഷം എന്ന നിലയിൽ നിലനിൽക്കുന്ന എല്ലാ രാജ്യത്തും എല്ലാ പ്രതിപക്ഷവും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഭരണകൂടം അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അതിൽ സന്തോഷിക്കുന്ന ചുരുക്കം ചില ആളുകളുടെ വീഡിയോ പുറത്തു വിട്ടിട്ട് ഇതാണ് ഇറാൻ്റെ പൊതു സ്വരം, അല്ലെങ്കിൽ ഇറാനിലെ മുഴുവൻ ജനങ്ങളും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചാരണം നടത്തിയവർക്കുള്ള ശക്തമായ തിരിച്ചടി കൂടിയാണിത്. നോക്കുക, ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടതിന് ശേഷവും ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കരുത്ത് രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. വലിയ കരുത്തുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമായി തന്നെ ഇറാനിലെ ഭരണ നേതൃത്വം തുടരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം യുദ്ധം ഇറാൻ ഗവൺമെൻറ്റിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്ന് ഇസ്രായേലിലെ ഉദ്യോഗസ്ഥർ സമ്മതിച്ചതായി ഒരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖാംനെയി മാത്രമല്ല, നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ചില കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടും ഇറാൻ ഒരു പതർച്ചയും സംഭവിച്ചിട്ടില്ല എന്ന് US രഹസ്യാന്വേഷണ വിഭാഗം ഈ റിപ്പോർട്ടിലൂടെ അടിവരയിടുന്നു എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എന്താണ്, ഇറാൻ്റെ മുഴുവൻ സൈനിക ശേഷിയും ഏറെക്കുറെ തീർന്നിരിക്കുന്നു, ഇനി ഇറാന് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അധിക ദിവസം ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, ഇറാൻ പൂർണ്ണമായി കീഴടങ്ങുകയോ അല്ലെങ്കിൽ ഞങ്ങൾ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തുകയോ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇനിയൊരു ഭീഷണിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയോ ഒക്കെ ചെയ്യുകയാണ് എന്ന ഒരു വാദമാണ് ട്രംപ് പറഞ്ഞത്. അതായത് പതിയെ യുദ്ധം മടക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പം തന്നെ ഇറാൻ പറഞ്ഞു, ഇറാൻ ശക്തമായ ആക്രമണം അതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിലേക്ക് നടത്തി. അതിനുശേഷം ഇറാൻ പറഞ്ഞു, ഞങ്ങൾ 6 മാസക്കാലത്തോളം യുദ്ധം ചെയ്യാൻ സജ്ജരാണ്, ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള പതർച്ചയുമില്ല, വീഴ്ചയുമില്ല, ഞങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ ശക്തമാണ്, സുശക്തമാണ് എന്ന് അവരവരുടെ പ്രവർത്തനത്തിലൂടെയാണ് തെളിയിച്ചത്. അപ്പോൾ പിന്നെ ട്രംപ് പറഞ്ഞ വാദങ്ങളൊക്കെ പൊള്ളയാണെന്ന് അന്നേ മനസ്സിലായതാണ്. അതിന് പിന്നാലെയാണ് അപ്പോൾ ഇൻ്റലിജൻസിൻ്റെ ഈ റിപ്പോർട്ടും വരുന്നത്. നോക്കുക, മറ്റൊരു വാർത്ത ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് IDF എയിംസ് ടു റെഡ്യൂസ് ഇറാൻ ത്രെറ്റ്, നോട്ട് ഫോഴ്സ് റെജിം ചേഞ്ച് എന്നാണ് ഏറ്റവും പുതിയ ഇസ്രായേലിൻ്റെ അവകാശവാദം. അതെന്താണെന്നറിയോ, ഞങ്ങൾക്ക് അവിടെ ഒരു ഭരണമാറ്റം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അത് ഞങ്ങളുടെ ലക്ഷ്യമല്ല, നേരെ മറിച്ച് ഒരു ത്രെട്ട് കുറയ്ക്കുക, ഭീഷണി ഇല്ലാതാക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ നിലപാട് മാറ്റുകയാണ്. ആലോചിച്ച് നോക്കൂ, 13 ദിവസം മുമ്പ് എന്തായിരുന്നു, ഇറാനിൽ ഭരണമാറ്റമുണ്ടാകും, ഞങ്ങൾ പറയുന്നവർ ഭരിക്കും, ഇറാൻ തീർന്നു, ഇറാനിൽ നിന്ന് ഇനി ഒരു ഭീഷണിയും ഞങ്ങൾക്കുണ്ടാകാത്ത വിധം ഇറാനിൽ ഞങ്ങൾ പറയുന്നവർ ഭരിക്കുമെന്നൊക്കെയായിരുന്നു ഇസ്രായേലിൻ്റെ ചുവട് പിടിച്ച് അമേരിക്കയും ഒക്കെ നിരന്തരമായി അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് ഇപ്പോൾ മനസ്സിലാവുകയാണ്. കാരണം അവിടുത്തെ മുജ്തബ ഖാംനെയുടെ പുതിയ ഭരണകൂടം പഴയ ഭരണകൂടത്തേക്കാൾ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ തിരിച്ചടികളുടെ ആധിക്യം ഇസ്രായേൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനുള്ളിൽ പലയിടങ്ങളിലും നിരന്തരമായ ആക്രമണം ഉണ്ടാവുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ ഇസ്രായേൽ ടെല്ലവീവ്, ഹൈഫ, ജെറുസലേം തുടങ്ങിയ പല മേഖലകളിലേക്കും വ്യാപകമായിട്ടുള്ള മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. നിരവധിയായിട്ടുള്ള അപകടങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ മീഡിയ സെൻസർഷിപ്പ് കർശനമായതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല എങ്കിലും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും മറ്റ് വാർത്താ ഏജൻസികളുടെ ബലത്തിലുമൊക്കെ
പലതരത്തിലുള്ള വിവരങ്ങളും വേറെ പുറത്ത് വരുന്നുണ്ട്. അതായത് ദൃശ്യങ്ങളായിട്ടും വിവരങ്ങളായിട്ടും ഒക്കെ അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജനങ്ങൾ ചിതറിയോടുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പലയിടത്തും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതിൻ്റെ ശേഷിപ്പുകൾ കാണാൻ സാധിക്കും. കത്തിത്തീർന്ന കെട്ടിടങ്ങൾ കാണാൻ സാധിക്കും. ചിതറിക്കിടക്കുന്ന വാഹനങ്ങൾ, കാറുകൾ ഒക്കെ കാണാൻ സാധിക്കും. തെരുവുകൾ വിജനമായി കിടക്കുന്ന ചില ദൃശ്യങ്ങൾ, അവിടെ വലിയ നാശനഷ്ടമുണ്ടായതായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട്. ക്ലസ്റ്റർ ബോംബുകൾ വിന്യസിച്ചതിൻ്റെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിലും ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുന്ന ദൃശ്യങ്ങളുണ്ട്. ജെറുസലേമിൽ ബങ്കറുകൾ പോലും തകർത്തുകൊണ്ടുള്ള സ്ഫോടനങ്ങൾ നടത്താൻ ഇറാന് സാധിച്ചു എന്ന വാർത്തകളും വന്നിരുന്നു. അപ്പോൾ ഇസ്രായേലിലും സുരക്ഷാ ഭീഷണി വർദ്ധിച്ച സാഹചര്യത്തിൽ ഒരു വശത്ത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലും ആക്രമണം കടുത്തതോടുകൂടി ഇസ്രായേൽ പൊടുന്നനെ ഇറാനിലെ ഭരണമാറ്റം ഞങ്ങളുടെ ലക്ഷ്യമല്ല, മറിച്ച് അവിടെ നിന്നുള്ള ഭീഷണി കുറയ്ക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന നിലയിലേക്ക് ചുവട് മാറ്റുന്നു. ഇനി പതിയെ പതിയെ ഞങ്ങൾ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ച് ഇവരെല്ലാവരും കൂടി പിന്മാറുമോ എന്നുള്ളത് മാത്രമാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും ഇറാൻ കീഴടങ്ങി, ഇറാൻ പേടിച്ചു, ഭയന്നു എന്നതൊന്നും ഒരു യാഥാർത്ഥ്യമല്ല എന്ന് തെളിയുന്ന നിലയിലേക്ക് ഇറാൻ കരുത്തോടുകൂടി വെല്ലുവിളിച്ച് തിരിച്ചടിച്ച് ശക്തമായി ആക്രമിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. അവിടെ പതറുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. മാത്രവുമല്ല ഭയക്കുന്നത്, ആശങ്കയോടുകൂടി ഇനിയുള്ള സാഹചര്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഊർജ്ജ പ്രതിസന്ധി അടക്കമുള്ള ഹോർമുസ് കടലിലൂടെ ഒറ്റ കപ്പൽ പോലും ഇതുവരെ പോയിട്ടില്ല, 13 ദിവസമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വലിയ ഒരു പ്രശ്നം അത് ആഗോളതലത്തിൽ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകുന്ന നിലയിലേക്ക്, കേരളത്തിൽ പോലും ഗ്യാസിൻ്റെ ലഭ്യത കുറയുന്ന വിധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അപകടകരമായ പ്രത്യാഘാതങ്ങൾ ലോകത്തിനുണ്ടാകുമെന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അമേരിക്കയിലും ഇസ്രായേലിൻ്റെയും മേൽ സമ്മർദ്ദം ശക്തമാക്കും. ആ സമ്മർദ്ദം അധിക നാൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതുപോലെ താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തോറ്റുകൊടുക്കുകയല്ലാതെ മറ്റൊരു വഴിയും മുന്നിലില്ല. അല്ലെങ്കിൽ തോൽവി സമ്മതിച്ച് ഞങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞ് ലോകത്തെ പറ്റിക്കുന്ന പോലെ പിന്മാറുന്നതല്ലാതെ മറ്റൊരു വഴിയും ഇനി ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നിലില്ല എന്നു തന്നെ കരുതേണ്ടി വരും.